മാവിൻ്റെ ചോട്ടിൽ പ്രസവിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഗർഭിണികളായ സ്ത്രീകൾ, അത് സത്യം, മാവിൻ്റെ ചോട്ടിൽ പ്രസവിക്കുന്നത്, വീട് അടച്ചുപൂട്ടി സീൽ വെച്ചു, അതിനകത്ത് പ്രവേശനമില്ല, സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ. അപ്പോൾ മാവിൻ്റെ ചോട്ടിൽ പ്രസവിക്കേണ്ട സ്ഥിതി വന്നു. വീട്ടിൽ ഒരു സാധനവും ഇല്ലാതെ മുഴുവൻ അടിച്ചു പൊളിച്ച് കിണറിലിടുന്ന സ്ഥിതി. മാതൃഭൂമി പത്രത്തിൻ്റെ തനി, ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ചില മാതൃഭൂമി പത്രത്തിനെ കുറിച്ച് പറയുന്നത്, മാതൃഭൂമി പത്രത്തിൻ്റെ സ്വഭാവം, തനി സ്വഭാവം എന്ന് പറയുന്നത് എന്താണെന്ന് ആ വെടിവെപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അത് 2 ദിവസം കഴിഞ്ഞ് വന്ന മാതൃഭൂമി പത്രത്തിൻ്റെ റിപ്പോർട്ട്, പാടിക്കുന്നിൽ വെച്ച് ഉണ്ടായ വെടിവെപ്പിൽ 3 കമ്മ്യൂണിസ്റ്റുകാർ, ഏറ്റുമുട്ടലിൽ 3 കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെട്ടു എന്നാണ്. പോലീസുകാർ പിന്നെ AKGയോട് മാപ്പ് പറയുന്ന സ്ഥിതി ഉണ്ടായി. ഞാൻ നിങ്ങളുടെ രക്ഷയെ കരുതിയിട്ട് പറഞ്ഞതാണ്, എന്തൊക്കെ അക്രമം ഉണ്ടാവും അതൊക്കെ അവർ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ അത്രയധികം ആവേശം. AKG പറഞ്ഞു, തെറ്റ് ചെയ്യാതെ നമ്മൾക്ക് ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വായനശാലയും നമ്മുടെ പാർട്ടി, നമ്മുടെ പ്രധാനമൊക്കെ നമുക്ക് സംരക്ഷിക്കണം. നമ്മുടെ വീടുകളിൽ പോലീസുകാരും ഗുണ്ടകളും വരുന്നുണ്ടെങ്കിൽ അവരെ ഒലക്കൊണ്ട് അടിക്കണം എന്നാണ് അന്ന് AKG പറഞ്ഞു. ലൈബ്രറിയുടെ ചരിത്രം എന്ന് പറയുമ്പോൾ അതൊരു കൃഷ്ണാട്ടൻ പറഞ്ഞതുപോലെ അതിപ്പോൾ എപ്പോൾ തീരുമെന്ന് പറയാൻ കഴിയില്ല, അത്രയധികം ചരിത്രം പറയാനുള്ളതാണ്. നേരത്തെ കൃഷ്ണാട്ടൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ്. 1932 ഈശ്വരൻ എന്ന് പറയുന്ന ഒരു നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ വീട് പയ്യന്നൂരിനപ്പുറത്ത് കാങ്കോൽ ആലപ്പടമ്പ് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവിടുന്ന് ഒരു നമ്പൂതിരി, ഈശ്വരൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്, ഹിന്ദി പ്രചാര സഭയുടെ ആളാണ്. ഇവിടെ ഹിന്ദി പഠിപ്പിക്കാൻ, ആൾക്കാരെ ഹിന്ദി പഠിപ്പിക്കാൻ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഹിന്ദി പഠിപ്പിക്കുന്നതിന് വേണ്ടി 32 കാലഘട്ടത്തിൽ വന്നു എന്നാണ് നമ്മളെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു ശ്രമപരമായി കുറേ ആൾക്കാരെ സംഘടിപ്പിക്കുകയും ഹിന്ദി പഠിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഒരു വായനശാല വേണമെന്നുള്ള ആലോചനയും 1934 ഈ വായനശാല ആരംഭിക്കുന്നത്. അന്ന് വായനശാല ആരംഭിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഘാടകൻ എന്ന് പറയുന്നത് അന്നത്തെ നാട്ടിലെ പ്രധാന ജമ്മി അധികാരി, വലിയ അധികാരി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വലിയ ഓഫീസർ അധികാരിയാണ്, EP ഗോവിന്ദൻ നമ്പ്യാർ എന്ന് പറയുന്ന അധികാരിയും. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ വേറൊരു മാഷ്, ചാത്തുകുട്ടി മാഷ് എന്ന് പറയുന്ന ആളാണ് ആ വായനശാല ഉദ്ഘാടനം ചെയ്തത് 1934. അതിലുള്ളൊരു വിരോധാഭാസം എന്ന് പറയുന്നത്, ഈ വായനശാല തുടങ്ങാൻ പ്രധാന പങ്ക് വഹിച്ച ഈ അധികാരി തന്നെ അതിൻ്റെ അന്തകനായി മാറി എന്നുള്ളതാണ് പിന്നെ അവസാന ചരിത്രം. 1946 മുതൽ 50 വരെ ഉള്ള 2-3 കൊല്ലം നിരവധി തവണ ഇത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവസാനം 48 ഇത് തീവെച്ച് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അതിനുള്ളൊരു ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരുപാട് കാരണങ്ങൾ എന്ന് പറയുന്നത് നേരത്തെ കൃഷ്ണാട്ടൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിത്തിട്ട വെൺവിളകൊയ്യും എന്നുള്ള കർഷക സംഘത്തിൻ്റെ 1935 നണിയൂർ വെച്ചുണ്ടാക്കിയ കർഷക സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ ഈ കൃഷിക്കാരുടെ മേഖലയിൽ അവരെ സംഘടിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ നാടാണെങ്കിൽ ദരിദ്ര കൃഷിക്കാരെന്ന് പറഞ്ഞാൽ ദരിദ്ര കൃഷിക്കാർ, ഉടുമുണ്ടിന് ഒരു ഉടുത്ത മുണ്ടിന് വേറെ മറുമുണ്ടില്ല എന്നാണ് അങ്ങനെ പറയാം. അത്രയധികം കഷ്ടപ്പാട്. നമ്മുടെ വായനശാലയുടെ ജൂബിലി 50ാം വാർഷികത്തിൻ്റെ ജൂബിലി ആഘോഷത്തിൽ അതിൻ്റെ ഒരു വാചകമുണ്ട്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം ജ്വലിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടം. അതുപോലെ തന്നെ അതിനേക്കാളും മെച്ചപ്പെട്ടൊരു വാക്ക് ഇപ്പം ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, കെട്ടകാലം. ഇത്രയും മോശപ്പെട്ടൊരു കാലം വേറെ ലോകത്തുണ്ടായിട്ടുണ്ടാവില്ലെന്നാണ്. അത്രയധികം കഷ്ടപ്പാട്. ഒരു 2, 3, 4 ദിവസം ഭക്ഷണം കഴിക്കാതെ വെക്കാതെ വീടുകൾ, അങ്ങനെയുള്ള ഒരു പ്രദേശമായിരുന്നു നമ്മുടെ ഈ മയിൽ പഞ്ചായത്ത് കണ്ടെങ്കിൽ. അത് ഒട്ടുമുക്കാല സ്ഥലങ്ങളും നമ്മുടെ ഈ മലബാർ മേഖലയിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ആണ് ഈ മോറാഴ സംഭവം, നേരത്തെ പറഞ്ഞല്ലോ, മോറാഴ സംഭവം
മറ്റേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മരിക്കാനിടയായ സംഭവം, അതിൻ്റെ ഭാഗമായിട്ട് അറാക്കൽ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന കേരളത്തിലുള്ള നേരത്തെ കൃഷ്ണേട്ടൻ പറഞ്ഞ അറാക്കൽ കുഞ്ഞിരാമൻ്റെ നേതൃത്വത്തിൽ പോയ വളണ്ടിയർമാർ ആണ് ഈ പോലീസുകാരനെ ശരിപ്പെടുത്തുന്നത്. ആ പോയ വളണ്ടിയർമാർ, ഈ അറാക്കൽ കുഞ്ഞിരാമൻ്റെ നേതൃത്വത്തിൽ പോയ വളണ്ടിയർമാരുടെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ. അങ്ങനെയാണ് അദ്ദേഹം കേസിൽ പെടാൻ ഇടയായതും മർദ്ദനേൽക്കാനിടയായതും. ഈ നമ്മുടെ ഭാഗത്തുള്ള മയിൽ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ വളണ്ടിയർ സേനയിലുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്കാർ ഒളിവിൽ പോകേണ്ടി വന്നു. ഈ ഭാഗത്ത് പോലീസുകാരും പട്ടാളക്കാരും കയറി നിറങ്ങുന്ന സ്ഥിതിയുണ്ടായി. അപ്പോൾ ഈ അധികാരിക്കെതിരായിട്ടുള്ള ഒരു ജനരോഷം ഇങ്ങനെ ശക്തിപ്പെട്ട സമയത്താണ് ഈ കർഷക സംഘത്തിൻ്റെ ആൾക്കാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഏത് വിധേനയെങ്കിലും ഇല്ലാതാക്കണം എന്നുള്ള ഒരു തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് അധികാരി അദ്ദേഹത്തിൻ്റെ കൃഷിഭൂമി ഒരു കൈവശക്കാരൻ വിത്തിട്ടപ്പോൾ അധികാരി അതിൻ്റെ മേലെ രണ്ടാമത് ഉഴുത് വിത്തിടുന്ന സ്ഥിതിയുണ്ടായി. അതുമാത്രമല്ല, ഒട്ടുമുക്കാലും ഒരു 95, എൻ്റെ ഓർമ്മയിൽ തന്നെ ഞങ്ങളുടെ നാട്ടിൽ മനസ്സിൽ എണ്ണാൻ പറ്റുന്ന അത്ര വീടുകളേ ഉള്ളൂ. അതിൽ ഒരു ഓടുമേഞ്ഞ വീട് എന്ന് പറയുന്നത് 4 5 മാത്രമാണ്. ബാക്കിയൊക്കെ കട്ടപ്പുരകളും അതിൻ്റെ മേലെ പുല്ല് മേഞ്ഞ. ഈ പുല്ല് എന്ന് പറയുന്നത് നമ്മളെ എല്ലാ സ്ഥലത്തുള്ളത് പോലെ ഒരു നെയ്പ്പുല്ല് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് നമ്മളെ പറമ്പിൽ. അത് നെയ്പ്പുല്ലിന് അത്രയധികം മാർദ്ദവമുള്ളൊരു സാധനമാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സാധനമാണ് കണ്ടാൽ. എന്നാൽ ഇങ്ങനെ ഒരു മെഴുകിൻ്റെ ആ രീതിയിലുള്ള മേഞ്ഞാൽ അതുപോലെ തന്നെ നിൽക്കും, വെള്ളം ഒഴുകിപ്പോൾ നെയ്പ്പുല്ല് എന്ന് പറയുന്നത്. ആ പുല്ല് പറിച്ചെടുക്കുകയാണ്. ഈ അധികാരിൻ്റെ സ്ഥലത്ത് തന്നെ അധികാരിക്ക് പാട്ടം, ഓരോ വർഷവും പാട്ടം കൊടുത്തിട്ടാണ് ആൾക്കാർ ഇത് പറിച്ചെടുക്കുക. അപ്പോൾ അധികാരി കണക്കൂട്ടി ഇവരെ ഈ വർഷം പുല്ല് പറിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഇവരുടെ കട്ടപ്പുരകളൊക്കെ മഴയത്ത് വീഴും, അങ്ങനെ ഇവരിടുന്ന് ഒഴിഞ്ഞു പോകും. അപ്പോൾ അത് കണക്കാക്കി കർഷക സംഘത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരും പുല്ല് പറിച്ച് നമ്മൾ വീട് മേഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇരിപ്പിടം തന്നെ ഇല്ലാതാകുന്ന സ്ഥിതി വരും. അപ്പോൾ നമ്മുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവും. അപ്പോൾ എന്ത് വില കൊടുത്തും ഈ പുല്ല് നമ്മൾ പറിച്ചെടുക്കും. അങ്ങനെ അത് പറിച്ചെടുത്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേസ് വന്നു. അപ്പോൾ ഈ കൃഷിക്കാരനും അതിൻ്റെ മേലെ അധികാരിയിട്ട് വിള വലുതായി. അത് കൃഷിക്കാരൻ തന്നെ നാട്ടുകാരുടെ പാർട്ടിയുടെയൊക്കെ സഹായത്തോടു കൂടി കൊയ്തെടുത്തു. അപ്പോൾ സംഘർഷം ആയി. സംഘർഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പോലീസ് ക്യാമ്പുകൾ നാട്ടിലുണ്ടായി. ഒരുപാട് MSP ക്യാമ്പുകളും മറ്റു കാര്യങ്ങളും ഒരുപാട്, എന്താ പറയണ്ടേ, അത്രയധികം ഒരു വീട്ടിലും അതിൻ്റെ ഒരു അക്രമം അനുഭവിക്കാത്ത ഇതിന് പറയുന്നത് മാവിൻ്റെ ചോട്ടിൽ പ്രസവിക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഗർഭിണികളായ സ്ത്രീകൾ, അത് സത്യം, മാവിൻ്റെ ചോട്ടിൽ പ്രസവിക്കുന്നത്, വീട് അടച്ചുപൂട്ടി സീൽ വെച്ചു, അതിനകത്ത് പ്രവേശനമില്ല, സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ. അപ്പോൾ മാവിൻ്റെ ചോട്ടിൽ പ്രസവിക്കേണ്ട സ്ഥിതി വന്നു. വീട്ടിൽ ഒരു സാധനവും ഇല്ലാതെ മുഴുവൻ അടിച്ചു പൊളിച്ച് കിണറിലിടുന്ന സ്ഥിതി. ഈ നമ്മൾ ഈ കന്ന് പൂട്ടൂലേ, നമ്മൾ മൂരിക്കുട്ടന്മാരെ, അപ്പോൾ അതുങ്ങളെ ഈ കാലൊക്കെ വെട്ടിയിട്ട് ഇവർ നടക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടായിരുന്ന കുരുമുളകും അടക്കയും സാധനങ്ങളൊക്കെ കട്ടുകൊണ്ട് പോവുക. നമ്മുടെ നാട്ടിൽ ഈ കാര്യമായിട്ട് ഈ ചുവന്ന മുളകൊക്കെ ഉണ്ടാവും അന്നത്തെ കൃഷിയിൽ, അതൊക്കെ എടുത്തുകൊണ്ട് പോയി ഉള്ള കോഴീനെയും ആട്ടിനെയൊക്കെ എടുത്തുകൊണ്ട് പോകുക. ആ രീതിയിലുള്ള അക്രമങ്ങൾ ചട്ടിയും കാലം മുഴുവൻ അടിച്ചു പൊളിക്കുക. അപ്പോൾ ഒരു തരത്തിലും നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോഴാണ് നേരത്തെ പറഞ്ഞ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ 13ഓളം സ്ത്രീകൾ പൊട്ടിയെ കലവും കൊടുക്കുകയും എടുത്തിട്ട് അധികാരി വീട്ടിലേക്ക് മാർച്ച് നടത്തുകയും ഈ കൂട്ടയോടെ അധികാരിയുടെ വീട്ടിൻ്റെ മുറ്റത്തിരുന്ന്, അതാണ് ഈ കലങ്കെട്ട് സമരം. കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ കലങ്കെട്ട് സമരം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സമരം. അതൊരു സ്ത്രീ മുന്നേറ്റത്തിൻ്റെ, അങ്ങനെ ഒരു ചരിത്രം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിലും ഉണ്ടാവില്ല അങ്ങനൊരു സംഭവം. ഈ അധികാരിക്കെതിരെ, അധികാരത്തിനെതിരായിട്ട് അദ്ദേഹം ഈ ഒരു സമരത്തിൽ വനിതകളുടെ നേതൃത്വത്തിൽ, സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു സമരം കേരള ചരിത്രത്തിൽ വേറെ ഇല്ല. അപ്പോൾ അത്രയധികം സഹിച്ചതിൻ്റെ ഇനി അങ്ങോട്ട് പോകാൻ കഴിയില്ല, മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള അതിൻ്റെ ആ സ്ഥിതിയിലാണ് ഈ സമരം ഉണ്ടായത്. അപ്പോൾ അത് കഴിഞ്ഞ് 1950 മെയ് 4-നാണ് നമ്മുടെ നാട്ടിലെ 3 ആൾക്കാരെ പാടിക്കുന്നിൻ്റെ മേലെ വെടിവെച്ച് കൊന്നത്. പാടിക്കുന്നിൻ്റെ മേലെ വെടിവെച്ച് കൊന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ അതല്ല. ഒന്ന് നമ്മുടെ വായനശാലയുടെ പ്രവർത്തകൻ ഗോപാലൻ, മറ്റൊന്ന് കേരളം വായനശാലയുടെ പ്രവർത്തകൻ രൈരു നമ്പ്യാർ, മറ്റൊന്ന് മുല്ലക്കൊടിയുള്ള കുട്ടിയപ്പ.
ഇവർ മൂന്ന് വായനശാലയുടെ പ്രവർത്തകരാണ്. അതുമാത്രമല്ല, ഇവരെ ശരിപ്പെടുത്തിയ ഇതൊക്കെ ആവുന്നുള്ളതാണ് അവരുടെ ഒരു കണക്കൂട്ടൽ. അതെങ്ങനെ ഇവരെ വെടിവെച്ച് പോലും നമ്മൾ വിചാരിക്കണ്ട. ഒരാൾ തലേ ദിവസം അറസ്റ്റ് ചെയ്ത് കയളം പോലീസ് ക്യാമ്പിൽ പാർപ്പിച്ചു, ഗോപാലൻ. അവരെ 2-3 ദിവസമായിട്ട് ആ ക്യാമ്പിലാണ്. മറ്റ് 2 പേര് കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് തടവായിട്ട്, രൈരു കുട്ടിയപ്പയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് ചെയ്ത് തടവുകാരാണ്. അവരെ കള്ളജാമ്യത്തിൽ കോൺഗ്രസ്സുകാരും MSPക്കാരും കള്ളജാമ്യത്തിൽ എടുത്തു കൊണ്ടുവന്നിട്ടാണ് മരത്തിന് പിടിച്ച് കെട്ടിയിട്ട് ആ 3 പേരെ വെടിവെച്ച് വന്നത്. പക്ഷേ അതിലുള്ള മാതൃഭൂമി പത്രത്തിൻ്റെ ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ചില മാതൃഭൂമി പത്രത്തിനെ കുറിച്ച് പറയുന്നത്. മാതൃഭൂമി പത്രത്തിൻ്റെ തനി സ്വഭാവം എന്ന് പറയുന്നത് എന്താണെന്ന് ആ വെടിവെപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അത് 2 ദിവസം കഴിഞ്ഞ് വന്ന മാതൃഭൂമി പത്രത്തിൻ്റെ റിപ്പോർട്ട്, പാടിക്കുന്നിൽ വെച്ച് ഉണ്ടായ വെടിവെപ്പിൽ 3 കമ്മ്യൂണിസ്റ്റുകാർ, ഏറ്റുമുട്ടലിൽ 3 കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെട്ടു എന്നാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള 2 ആളും കേരള ലോക്കപ്പിലുള്ള ഒരാളും പാടിക്കുന്നിൻ്റെ മേലെ വെറുതെ എത്തൂലല്ലോ. എങ്ങനെ എത്തിയത്? അല്ലെങ്കിൽ പിന്നെ അവർ ജയിൽ ചാടിയെന്നോ അല്ലെങ്കിൽ ലോക്കപ്പിൽ ചാടിയെന്നോ ഒക്കെ പറയണ്ടേ. അതുമാത്രമല്ല, ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കുന്നതിന് വേണ്ടി മാതൃഭൂമി ലേഖകൻ സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെന്ന്. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ വിശദീകരണം വന്നു. സംഭവം ശരിയാകുന്ന, ഏറ്റുമുട്ടലിൽ 3 പേര് മരിച്ചു എന്നാണ്. അപ്പോൾ മാതൃഭൂമി പത്രത്തിൻ്റെ ആ ഒരു വർഗ സ്വഭാവം എന്താണെന്ന് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. നിങ്ങൾ കുട്ടികളാണ്, അതൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ചില വാർത്തകൾ നമ്മൾ ഈ പത്രത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഇവർ അതിനെ കാണുന്നതെന്നുള്ളത് നമ്മളൊരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വായനശാല എന്ന് പറയുന്നത് 46-ൽ പ്രവർത്തനം നിന്നുപോയി, പിന്നെ വീണ്ടും ആരംഭിക്കുന്നത് 52-ലാണ്. 5-6 കൊല്ലം ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ടി വെച്ച് നശിപ്പിച്ച് അത് വീണ്ടും 52-ലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 52-ൽ എന്ന് പറയുന്നത് VR കൃഷ്ണയ്യർ, അത് നമ്മൾ ജഡ്ജിയൊക്കെ ആയിരുന്നു. VR കൃഷ്ണയ്യർ ഈ കണ്ടക്കൈ കേസ് വാദിച്ച വക്കീലാണ്. ഒരു വക്കീലന്മാരെ കിട്ടാത്തതുകൊണ്ട് ഈ കൃഷ്ണയ്യർ അച്ഛനും ഈ കൃഷ്ണയ്യരാന്ന് തോന്നി കേസ് വാദിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം ഈ നാട്ടിൽ വരാൻ കാരണം. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി PR നമ്പ്യാരാണ് 52-ൽ വായനശാല ഉദ്ഘാടനം ചെയ്തത്, കെട്ടിടം. അത് കഴിഞ്ഞ് പിന്നെ ലൈബ്രറി ഗ്രന്ഥശാല സംഘം വന്നു, അഫിലിയേഷൻ വന്നു. പിന്നെ ഒരു സംഭവം വായനശാലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്നത് 1974-ലാണ്. നമ്മൾ ആ പഴയ കെട്ടിടം പൊളിച്ച് വീണ്ടും 74-ൽ പുതിയൊരു കെട്ടിടം നിർമ്മിച്ചു. അന്നത്തെ ഗ്രന്ഥശാല സംഘം പ്രസിഡന്റ് തായാട്ട് ശങ്കരൻ ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു 1974-ൽ. തായാട്ട് ശങ്കരനെ സംബന്ധിച്ച് അന്ന് അത്ര വരെ കോൺഗ്രസ്സുകാരനായിരുന്ന തായാട്ട് ശങ്കരൻ ഈ ഒരു ഗ്രന്ഥശാല സംഘത്തിൻ്റെ ഇതിലൂടെയാണ് വീണ്ടും ഇടതുപക്ഷത്തോട് അടുക്കുന്നത്. അവിടെ വന്ന് അദ്ദേഹം, വേളത്ത് വന്ന് അദ്ദേഹം രാഷ്ട്രീയം പ്രസംഗിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ, ഈ ഉദ്ഘാടനം ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ വായനശാലയുടെ ചുമരിൻ്റെ മേലെ അവരെഴുതി വെച്ചു, യൂത്ത് കോൺഗ്രസ്സുകാർ അവരെ സംസ്ഥാന സമ്മേളനം എന്നൊക്കെ പറഞ്ഞ് എഴുതി അതിൻ്റെ വാതിലൊക്കെ കുത്തിപ്പൊട്ടിക്കാനുള്ള ശ്രമം നടത്തി. വീണ്ടും ആ ഒരു സംഘർഷാവസ്ഥയുണ്ടായി നമ്മുടെ നാട്ടിൽ. 1946-52 കാലം വരെ ഉണ്ടായ ആ ഒരു സംഘർഷാവസ്ഥ വീണ്ടും 74 മുതൽ അടിയന്തരാവസ്ഥയിലൊക്കെ അതിൻ്റെ ഒരു മൂർധന്യ ദശയിലായിരുന്നു. അപ്പോൾ വായനശാല പ്രവർത്തകരുടെ പേരിൽ കേസായി, കേസ് ശിക്ഷിക്കുന്ന സ്ഥിതി ഉണ്ടായി. പക്ഷെ അതൊക്കെ അപ്പീൽ തള്ളിപ്പോയി. അടിയന്തരാവസ്ഥ വന്നു. എന്ത് വില കൊടുത്തും അടിയന്തരാവസ്ഥ ഈ വായനശാല തകർക്കുന്നുള്ളൊരു പ്രതിജ്ഞ അവർ യൂത്ത് കോൺഗ്രസ്സുകാരെ എടുത്തത്. 2 തവണയാണ് AKAG നമ്മുടെ വായനശാലയിൽ വന്നതെന്ന്. നമ്മുടെ വായനശാലയിൽ മാത്രമല്ല, കണ്ടക്കൈ SAM വായനശാലയിൽ നിന്ന് നമുക്ക് പോയിക്കൂടാ. കാരണം അവിടെ മുഴുവൻ അവരുടെ കേന്ദ്രമാണ്. ആ വായനശാല പൂട്ടിപ്പോകുന്ന സ്ഥിതി ഉണ്ടായി. EMS ഒരു പ്രാവശ്യം കണ്ടക്കൈ ഈ SAM വായനശാലയിൽ പോകാൻ വേണ്ടി വന്നപ്പോൾ, ഇത് നിയമസഭയിലൊക്കെ ചർച്ച ചെയ്ത വിഷയമാണ്. അന്നത്തെ 1975-76 കാലഘട്ടത്തിൽ കേരള നിയമസഭയിൽ ചർച്ച ചെയ്ത നമ്മളെ PG പുരുഷോത്തമൻ പിള്ള MLA ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് PN പണിക്കർക്കും PG പുരുഷോത്തമൻ പിള്ളക്കും ഈ തായത്ത് രാഘവനൊക്കെ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ കണ്ടക്കൈ SAM വായനശാലയ്ക്ക് പോയപ്പോൾ അങ്ങോട്ട് പോകാൻ വിടാതെ മറ്റേ കണ്ടക്കൈ കുന്നിൻ്റെ മേലെയാണ്. അപ്പോൾ 2 തവണ ഈ AKAG നമ്മുടെ വായനശാലയിൽ വന്നിട്ടുണ്ട്. അത് 2ാമത്തെ തവണ വന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം പറയാമെന്ന് പറഞ്ഞാൽ,
അന്നൊരു DYSP റാങ്കിലുള്ള കുറേ പോലീസുകാരും 10-100 പോലീസുകാർ ഒരു കാരണവശാലും AKGയുടെ യോഗം നടത്താൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ നാട്ടുകാർ കുറേ ആൾക്കാർ ചുറ്റും അവിടെയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. 10 മണിയായി 10:30 യോഗം തുടങ്ങാനുള്ള അവസാനം AKGക്ക് പറയേണ്ടി വന്നു, എന്നെ കാണാനും എൻ്റെ പ്രസംഗം കേൾക്കാനും ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മുഴുവൻ ആൾക്കാർ മാനശാലയിലേക്ക് വരണമെന്ന്. പക്ഷെ അവിടെ നടന്നത് പിന്നെ എന്താ പറയുക, നമ്മുടെയൊക്കെ ഈ രോമം ഇങ്ങനെ എടുത്ത് അങ്ങനെ ആ രീതിയിലുള്ളൊരു അനുഭവമാണ്. മാനശാല ഗ്രൗണ്ട് മുഴുവൻ ആൾക്കാർ വന്നുകൂടി. പോലീസുകാർ പിന്നെ AKGയോട് മാപ്പ് പറയുന്ന സ്ഥിതി ഉണ്ടായി. ഞാൻ നിങ്ങളുടെ രക്ഷയെ കരുതിയിട്ട് പറഞ്ഞതാണ്, എന്തൊക്കെ അക്രമം ഉണ്ടാവും അതൊക്കെ അവർ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ അത്രയധികം ആവേശം. AKG പറഞ്ഞു, തെറ്റ് ചെയ്യാതെ നമ്മൾക്ക് ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വാനശാലയും നമ്മുടെ പാർട്ടി നമ്മുടെ പ്രധാനമൊക്കെ നമുക്ക് സംരക്ഷിക്കണം. നമ്മുടെ വീടുകളിൽ പോലീസുകാരും ഗുണ്ടകളും വരുന്നുണ്ടെങ്കിൽ അവരെ ഒലക്കൊണ്ട് അടിക്കണം എന്നാണ് അന്ന് AKG പറഞ്ഞത്. ഞാൻ പറയുന്നത്, നമ്മൾ ആ ഒരു ഉത്തേജനം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ അടിയന്തരാവസ്ഥയിൽ എന്ത് വില കൊടുത്തും നമ്മുടെ വാനശാലയിൽ സംരക്ഷിക്കണം എന്നുള്ള നിലയിൽ നമ്മൾ കുറച്ച് ചെറുപ്പക്കാർ ഇത് വിട്ടുപോയാൽ കൈവിട്ടു പോയാലും വീണ്ടും ഇത് തകർന്നു പോകുന്നുള്ള നിലക്ക് ജീവൻ കൊടുത്തു അത് സംരക്ഷിക്കുന്നുള്ള നിലക്കുള്ള പ്രവർത്തനങ്ങളായിരുന്നു. പിന്നെ അതൊരു എനിക്ക് തോന്നുന്നു അടിയന്തരാവസ്ഥ കഴിഞ്ഞൊരു 80-85 കാലഘട്ടം വരെ ഉണ്ടായിരുന്നു ആ ഒരു പരസ്പരമുള്ളൊരു മത്സരം. ഇലക്ഷനിലൊക്കെ ചിലപ്പോൾ തോക്കും ചിലപ്പോൾ ജയിക്കും. തോറ്റാൽ വാനശാലയുടെ മുമ്പിൽ ഒരു ബോംബ് ഉറപ്പാണ്. തോറ്റാൽ പ്രകടനം നടത്തുമല്ലോ, വാനശാലയുടെ മുമ്പിൽ ഒരു ബോംബ് കത്തിച്ച് ഉറപ്പാണ്. അപ്പം നമ്മളിങ്ങനെ നോക്കി നിൽക്കും, അങ്ങോട്ട് വരില്ല. വാനശാലയുടെ ഈ മുറ്റത്ത് ഇങ്ങനെ കരിങ്കല്ലിങ്ങനെ കൂട്ടിയിട്ടുണ്ട്, കരിങ്കല്ലിൻ്റെ 2 ഇഞ്ച് ബോളർ, അതിങ്ങനെ എടുത്തിട്ടാണ് നിൽക്കുക ആൾക്കാർ. അപ്പം അങ്ങനെയുള്ളൊരു മത്സരം ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ 74 കെട്ടിടം അത് കഴിഞ്ഞ് അത് ഉദ്ഘാടനം ചെയ്ത് പിന്നെ 95-ലാണ് ഇപ്പോൾ നിലവിലുള്ള കെട്ടിടം നമ്മുടെ EMS നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തത്. അതാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വാനശാലയോട് അനുബന്ധിച്ചിട്ട് 1962 മുതൽ ഒരു കലാസമിതി പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ കൃഷ്ണേട്ടൻ പറഞ്ഞു, എല്ലാ വർഷവും നമ്മുടെ നാട്ടിലുള്ള വാനശാലകൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വർഷവും വാർഷികാഘോഷം ഉണ്ടാവും. വാർഷികാഘോഷത്തിന് ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ടുള്ളൊരു നാടകം ഉണ്ടാവും. അതൊരു പ്രധാന ഇതാണ്. അപ്പോൾ ആ നാടകം കാണുന്നതിന് വേണ്ടി എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ മുല്ലക്കുടിയും കയളത്തും മലപ്പട്ടത്ത് കണ്ണാടിപ്പറമ്പിൽ വരെ നാടകം കാണാൻ പോയിട്ടുണ്ട് വാനശാലയുടെ വാർഷികത്തിൽ. അപ്പോൾ അവരിങ്ങോട്ടും വരും. ആ ഒരു ഇതൊക്കെ ഇന്ന് പോയി. അങ്ങനെ നമ്മുടെ ആ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ കൂടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ നാടകങ്ങൾ കളിക്കാനാവില്ല. ഒരു നാടകം ഒരു വാനശാലയ്ക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ഉറുപ്പിക വേണം. ഒരു നാടകം എഴുതി ഉണ്ടാക്കി അത് സ്റ്റേജിൽ അവതരിപ്പിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് ഉറുപ്പിക വേണം. അപ്പോൾ എന്നാലും ഒരു 2010 വരെയൊക്കെ ഞങ്ങൾ വർഷാവർഷം വാർഷികം ഇപ്പോഴും നടത്തുന്നുണ്ട്. സ്വന്തമായി നാടകം അവതരിപ്പിക്കാറുണ്ട്. ഇപ്പം ഞങ്ങൾ നാടകോത്സവം നടത്തുന്നുണ്ട്. അമേശ്വർ സംഘങ്ങളെ കൊണ്ടുവന്നിട്ട് ഓരോ കൊല്ലം ഇപ്പോൾ 6-7 വർഷമായി നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഒരു വാനശാലയുടെ ഒരു ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട്. 74 മുതൽ ശക്തി സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയും. കളിയും അതിന് മുമ്പേ ഉണ്ട്, അത് വാനശാലയുടെ പേരിലാണ്. പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ ആയി 74 മുതൽ ക്ലബ്ബുണ്ട്. അതും നല്ല രീതിയിൽ ഇപ്പോൾ ആ ക്ലബിൻ്റെ നേതൃത്വത്തിലൊരു കളരി പരിശീലന കേന്ദ്രം നടത്തുന്നുണ്ട് കുട്ടികൾക്ക്. അതൊരു വർഷമേ പിന്നെ 1984 മുതൽ ഒരു 10 ഇപ്പോൾ 2-3 വർഷമായിരുന്നു നിന്ന് പോയിട്ട് ഒരു നഴ്സറി സ്കൂള്. ഇതിനൊക്കെ ഓരോ കാരണമുണ്ട്. ഈ 84 നഴ്സറി സ്കൂൾ ആരംഭിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, അപ്പോൾ അന്ന് നമ്മുടെ നാട്ടിൽ ഈ ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ കണ്ടമാനിങ്ങനെ മുളച്ച് പൊന്തുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മുടെ വാനശാലയുടെ സാംസ്കാരിക സ്ഥാപനം എന്നുള്ള അതിന് ഒരു തടയിടണം. മലയാളം മീഡിയത്തിൽ നമ്മളൊരു നഴ്സറി സ്കൂൾ തുടങ്ങണം. അങ്ങനെ അത് വാനശാല തുടങ്ങുന്നു. അത് പിന്നെ എല്ലാ സ്കൂളിലും ഈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം വന്നതോടുകൂടി നമ്മുടെ അതിൻ്റെ ഒരു സാധ്യത ഇല്ലാതായി. അത് ടിപ്പുപോയത്. അത് കഴിഞ്ഞിട്ട് ഒരു 92 മുതൽ ഒരു ഈ ഉന്നത പ്രശസ്തമായ രീതിയിൽ വിജയം കൈവരിക്കുന്ന കുട്ടികളെ, അതും നമ്മളൊരു പ്രത്യേക ഒരു സാഹചര്യത്തിലാണ്. സർക്കാർ സ്കൂളുകൾ ഒന്നിനും കൊള്ളൂലെന്നും എല്ലാം ഈ അൺഎയ്ഡഡ് സ്കൂളുകൾക്കാണ് ഇനി സാധ്യത എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രചരണം നമ്മുടെ നാട്ടിൽ വല്ലാതെ വന്നു.
അപ്പോൾ വളരെ ബോധപൂർവ്വം മയിൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ, അന്ന് ഹൈസ്കൂൾ മാത്രമേ ഉള്ളൂ, ഹൈസ്കൂളിൽ നിന്ന് ഡിസ്ട്രിക്ഷനോട് പാസ്സാകുന്ന കുട്ടികൾക്ക് അവരെ ക്ഷണിച്ച് വരുത്തി അവർക്കൊരു അനുമോദനം കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനം വന്നു. അതിപ്പോഴും നടന്നു വരും. ഇപ്പോൾ ഹയർ സെക്കൻഡറി അടക്കമുള്ള അന്ന് ആദ്യം 4-5 കുട്ടികൾക്കേ ഉള്ളൂ. വർദ്ധിച്ച് 140, 160, 200 കുട്ടികൾക്ക് ഈ സമ്മാനം കൊടുക്കേണ്ട സ്ഥിതി വന്നു. അപ്പോൾ താങ്ങാനാവില്ല എന്നുള്ളതുകൊണ്ട് പിന്നെ അത് അതിൻ്റെ ഒരു അന്ന് മയിൽ ഹൈസ്കൂളായിരുന്നു നമ്മളെ ഈ പരിധി വെച്ചത്. പിന്നെ നമ്മളെ ആ ഒരു ചുറ്റുവട്ടം എന്നുള്ള നിലക്കൊക്കെ മാറ്റിയത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല വായനക്കാർക്കുള്ള ഒരു അവാർഡ് നമ്മളെ വായനശാലയുടെ പഴയ ഒരു പ്രസിഡൻ്റായിരുന്ന കുഞ്ഞാമുട്ടിയാരുടെ അവരെ മക്കൾ ഏർപ്പെടുത്തിയൊരു അവാർഡാണ്. കേരള ഈ ലൈബ്രറി കൗൺസിൽ ഈ വായനക്കാർക്കുള്ള അവാർഡ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തുടങ്ങിയ ഒരു പരിപാടിയാണ്. മറ്റൊന്ന്, ഞങ്ങളുടെ വായനശാലയുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകൻ യു പത്മനാഭൻ എന്ന് പറയുന്നത് അടുത്ത കാലത്ത് മരിച്ചു പോയതാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണക്കാർ ഞങ്ങൾ പഞ്ചായത്തിലെ ഏറ്റവും നല്ല ലൈബ്രറിക്കൊരു ക്യാഷ് അവാർഡും കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. നമ്മൾ ഈ സപ്തരാശ്മിക്കൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ 2-3 വർഷമായി കൊടുക്കുന്നില്ല. ഒന്നാമത് അതിനുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ പഞ്ചായത്തിലുള്ള ലൈബ്രറികൾ ഇപ്പം 5-6 ലൈബ്രറികൾക്ക് നമ്മൾ കൊടുത്തു. അതിൻ്റെ അപേക്ഷാ ഫോം കൃത്യമായി കിട്ടാത്ത ചില പ്രശ്നങ്ങളുണ്ട്. അതിന് ഒരുപാട് ഒരാൾ കുറ്റപ്പെടുത്തുന്നതല്ല, അതിന് ചില പ്രശ്നങ്ങളുണ്ട് അത് പൂരിപ്പിച്ച് കിട്ടാൻ. അപ്പം അങ്ങനെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ A+ ഗ്രേഡിലുള്ള വായനശാലയാണ്. എൻ്റെ ഒരു ഉള്ളതെന്ന് വെച്ചാൽ 1952 പുതിയ വായനശാല തുടങ്ങിയത് മുതൽ പഴയത് കംപ്ലീറ്റ് കത്തിച്ചു പോയിരുന്നു. റെക്കോർഡുകളിപ്പോൾ അതിൻ്റെ റെക്കോർഡുകൾ മുഴുവൻ ഇപ്പോൾ ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. 52 മുതൽ ഇങ്ങോട്ടുള്ള ആദ്യത്തേത് കംപ്ലീറ്റ് നശിച്ച് കത്തി പോയല്ലോ. അത് കഴിഞ്ഞ് 52-ലാണ് നമ്മൾ വീണ്ടും തുടങ്ങുന്നത്. അതിന് ശേഷമുള്ള ഒരു റെക്കോർഡുകൾ ഒരു 95% ഇപ്പോൾ ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ കാണുന്നത്, ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു 55-ലാണ് ഞാൻ ജനിച്ചത്. എന്നാൽ തന്നെയും 10-71 വയസ്സായി. ഒരു നീളത്തിലുള്ള ഒരു കെട്ടിടമാണ്. ഒരു ഐക്യനാണയ സംഘത്തിൻ്റെ ഒരു മുറി, എൻ്റെ ഓർമ്മയിലുള്ള ഒരു മുറിയാണ്. ഐക്യനാണയ സംഘത്തിൻ്റെ ഒരു മുറി, പിന്നെ വായനശാലയുടെ നീളത്തിലുള്ള ഒരു മുറി, പിന്നെ അതിനപ്പുറത്ത് മൃഗാശുപത്രിയുടെ ഒരു മുറി. അങ്ങനെ 3 മുറിയുള്ളൊരു കെട്ടിടമാണ്. അതിന് ഈ മൃഗാശുപത്രി തുടങ്ങുന്നതിന് മുമ്പ് കണ്ടകൈ ഗ്രാമപഞ്ചായത്ത്, ആദ്യത്തെ പഞ്ചായത്ത് തുടങ്ങിയത് ഈ മൃഗാശുപത്രി പ്രവർത്തിച്ചിരുന്ന ആ മുറിയിലായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ തുടക്കമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. വായനശാലയ്ക്ക് എന്ന് പറയുന്നത് നമുക്കുള്ളൊരു പ്രത്യേക ഒരു ഗുണം എന്ന് പറയുന്നത്, നമുക്കൊരു കുറച്ച് സ്ഥലം പണ്ടുള്ളവർ സമ്പാദിച്ചു തന്നിരുന്നു. 1 ഏക്കർ 38 സെൻറ്റ് സ്ഥലം നമുക്കുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ നാനാവിധാക്കി. അതിൽ 25 സെൻറ്റ് സ്ഥലം ഞങ്ങൾ അവിടെ ഒരു മൃഗാശുപത്രിക്ക് കൊടുത്തു. മൃഗാശുപത്രി എന്ന് പറയുന്നത് അതിലുള്ള ഒരു ചെറിയൊരു സ്വാർത്ഥതയുണ്ട്. സ്വാർത്ഥത എന്ന് പറയുന്നത്, നമ്മുടെ മൃഗാശുപത്രി അന്നത്തെ കൃഷിക്കാരുടെ പ്രധാന ഇതെന്ന് പറയുന്നത് പശു വളർത്തലും കാലി വളർത്തലും മറ്റു കാര്യങ്ങളാണ്. നമ്മുടെ ആൾക്കാർ പുറത്തു പോകാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ആണ് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ വേണമെന്നുള്ളതുകൊണ്ട് അപ്പോൾ 25 സെൻറ്റ് സ്ഥലം അവർ കൊടുത്തു. അതുപോലെ തന്നെ നേരത്തെ കൃഷ്ണൻ പറഞ്ഞല്ലേ, ഈ ഗ്രാമസേവകന്മാരെ, അത് അന്ന് ബ്ലോക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ്. നമ്മുടെ നാട്ടിലുള്ള ശാസ്ത്രീയമായ കൃഷി രീതികൾ ആരംഭിക്കുന്നത് തന്നെ ഈ ഗ്രാമസേവകന്മാർ നമ്മുടെ നാട്ടിൽ വന്നതിന് ശേഷമാണ്. ഈ ജാപ്പാൻ മോഡൽ കൃഷി, അതുപോലെ തന്നെ അങ്ങനെ ഒരു കൃഷിയൊന്നും ഇപ്പോൾ ആർക്കും അറിയില്ല. ജാപ്പാൻ മോഡൽ എന്ന് മറ്റൊരു സാധനം ഉണ്ടായിരുന്നു പണ്ട്. ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് ഈ ചൂടിയൊക്കെ കെട്ടിയിട്ട് ഞാറ് നടുന്നൊരു ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു. ജാപ്പാൻ മോഡൽ കൃഷി. അതുപോലെ തന്നെ ഈ സീമക്കൊന്ന, ഇന്ന് കാണുന്ന സീമക്കൊന്നൊക്കെ അന്ന് വ്യാപകമായി നമ്മുടെ നാട്ടിൽ വന്നത് ഈ ഗ്രാമസേവകന്മാരുടെ കാലത്താണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു 11 സെൻറ്റ് സ്ഥലം അവരുടെ ക്വാർട്ടേഴ്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി, പിന്നെ 2 പൊതു കിണറുകൾ, പിന്നെ ഇതിൻ്റെ 3 ഭാഗത്തേക്ക് കൂടി റോഡാണ്. വായനശാലയുടെ സ്ഥലത്തിൻ്റെ നടുക്കേ കൂടിയാണ് റോഡുള്ളത്. അപ്പോൾ സ്ഥലമൊക്കെ ഇങ്ങനെ മുറിഞ്ഞ് കഷ്ണമായി പോയി. പിന്നെ നാട്ടിലെ ഈ സ്ത്രീകളെ സംഘടിപ്പിക്കുന്നതിനാണ് ഞങ്ങളൊരുപാട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ സ്വന്തമായിട്ടൊരു തയ്യൽ പരിശീലന കേന്ദ്രമൊക്കെ തുടങ്ങിയിരുന്നു. അതിനു മുമ്പ് ഒരു സോപ്പ് നിർമ്മാണശാല ഈ തുടങ്ങുന്നതിന് വേണ്ടി 5 സെൻറ്റ് സ്ഥലം ഒരു സൊസൈറ്റിക്ക്, അവരുടെ ഒരു സൊസൈറ്റിക്ക് ഞങ്ങൾ സൗജന്യമായിട്ട് കൊടുത്തിരുന്നു. അത് പൂട്ടിപ്പോയി എന്ന് മാത്രമല്ല, 1,65,000 റുപ്യ അതിന് ബാധ്യത വന്നു. അപ്പോൾ അതിൻ്റെ ഈ സ്ഥലം
നമ്മളെ അതിൻ്റെ ഒരു ചെറുകിട വ്യവസായ ഇതുണ്ട്, അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്തതാണ്. അപ്പോൾ അവർ ഞങ്ങളിത് സൗജന്യമായി കൊടുത്തു എന്നുള്ളതുകൊണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ടു. ഈ പൈസ അടച്ചാൽ നിങ്ങൾക്ക് ആ സ്ഥലം വിട്ടുതരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സ്ഥലത്തിന് ഞങ്ങൾ പൈസ കൊടുത്ത്, ഞങ്ങൾ വെറുതെ കൊടുത്ത സ്ഥലം വീണ്ടും 2 ലക്ഷത്തോളം റുപ്യ കൊടുത്ത് ഞങ്ങൾ തിരിച്ചു വാങ്ങി. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഇതിൽ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ നമ്മളൊരു ഇടപെടൽ. നേരത്തെ ഈ വായനശാല പ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകേണ്ട. ഇന്ന് ആൾക്കാർക്ക് കഴിയാത്തതും അത് തന്നെ, രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ. ഒന്നുകിൽ ഇതിന് വേണ്ടത്ര പ്രാധാന്യം, പണ്ടുള്ളവരങ്ങനെയല്ല. പണ്ടുള്ള ആൾക്കാർ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മലബാർ മേഖലയിൽ ഇത്രയധികം വായനശാലകൾ ഉണ്ടാവാൻ തന്നെ കാരണം, പണ്ട് അബ്ദുറഹ്മാൻ സാഹിബ് KPCC പ്രസിഡന്റ് EMS സെക്രട്ടറി ആയ സമയത്ത് ഒരു സർക്കുലർ തന്നെ അന്നത്തെ കോൺഗ്രസ് കമ്മിറ്റി പുറപ്പെടുവിച്ചിട്ടുണ്ട്. നാട്ടിലെല്ലാം വായനശാലകൾ ആരംഭിക്കാനും ചർച്ചാ ക്ലാസുകളും മറ്റ് കാര്യങ്ങളൊക്കെ തുടങ്ങാനും അതിനൊക്കെ വേണ്ടി. അതിന് പറഞ്ഞത്, അതിന് ഉദ്ദേശിക്കുന്നത് ഇതാണ്, ആൾക്കാരെ ബോധവാന്മാരാക്കുക എന്നുള്ളത് തന്നെയാണ് അതുമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകർ വായനശാല പ്രവർത്തനം അവരുടെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. ഇന്ന് കാണാത്തതും അത് തന്നെയാണ്. ഈ 2 തവണ ഈ ആൾക്കാരെ ഒന്ന് എൻകറേജ് ചെയ്യിക്കുക എന്നുള്ളതാണ്, അവരെ ഒരു പ്രചോദനം ചെയ്യുക എന്നുള്ളത്. ഈ രീതിയിലും ആ രീതിയിൽ അവരൊന്നും അന്ന് വന്നു പോയില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട് വേറെന്തോ ആയി മാറും. അപ്പോൾ അതിനൊന്ന് ആൾക്കാരെ ഒരു സംഘടിപ്പിച്ച് നിലനിർത്തുക എന്നുള്ളത് ഭാഗമായിട്ടാണ്. ഒരു തവണ അരിമ്പറ വായനശാലയിൽ വന്ന ഒരു ഓർമ്മയും കൂടി. ഈ അടിയന്തരാവസ്ഥ തുടങ്ങുന്ന കാലത്ത് അരിമ്പറ വായനശാലയിൽ ഒരു പ്രാവശ്യം AKG വന്നിരുന്നു. AKGയുടെ അന്ന് ആ പോലീസുകാരൻ പറഞ്ഞു, നിങ്ങളുടെ മൈക്ക് ഞാൻ സീസ് ചെയ്യുന്നു. AKG പറഞ്ഞ വാചകം, നിങ്ങളുടെ പ്രധാനമന്ത്രി എന്നോട് അങ്ങനെ പറയില്ല, ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോ, എന്നാൽ ബാക്കി കാര്യം നമുക്ക് പിന്നെ ആലോചിക്കാമോ. അന്നും ഈ പോലീസുകാരൻ മാപ്പ് പറയുന്ന സ്ഥിതി ഉണ്ടായി. കാരണം അത്രയധികം AKG എന്നൊക്കെ പറയുന്നത് നമ്മളൊരു കൺകണ്ട ദൈവത്തിനേക്കാളും മേലെയുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വായിന്നൊരു വാക്ക് കേൾക്കുക എന്ന് പറയുന്നത് അത്രയധികം ഉള്ള, അപ്പോൾ അതെന്തും നമ്മളത് നടപ്പിലാക്കുന്നൊരു സ്ഥിതിയിലേക്ക് വരും. ഈ സമയത്ത് എങ്ങനെയാണ് ഓരോ സന്ദർഭങ്ങളിൽ ഇടപെടേണ്ടതെന്നുള്ള കാര്യങ്ങളന്ന് ആൾക്കാർ, ഈ നേതാക്കന്മാർക്ക് അറിയാം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് പ്രവർത്തനങ്ങൾ ഉണ്ടായത്.